നമസ്കാരം. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ LDF സർക്കാർ, അതായത് CPM ഭരിക്കുന്നുണ്ട്, നമുക്ക് നഷ്ടപ്പെട്ട ചില രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. 10 വർഷത്തിന് മുമ്പ് നമ്മൾ അത്തരം കാഴ്ചയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ കാഴ്ചകൾ ഇതാ വീണ്ടും തിരിച്ചു വരുന്ന ഒരു ലക്ഷണം കാണുന്നുണ്ട്. ഇത്തവണ നമുക്കായിട്ട് ആ തകർപ്പൻ പെർഫോമൻസ് പ്രകടനം കാഴ്ചവെക്കുന്നത് DYFIയുടെ ഡോക്ടർ ഷിജു ഖാനാണ്. ഡോക്ടറേറ്റ് ഇല്ലാത്ത നേതാക്കളൊക്കെ ഇപ്പോൾ അവരുടെ ഭാഗത്ത് കുറവാണ് കേട്ടോ. നമുക്കറിയാമല്ലോ, റഹീമൊക്കെ ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണെന്ന് തോന്നുന്നു. പക്ഷേ അസാധ്യ പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. വിഷയം നമുക്കെല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. പക്ഷേ ആദ്യം അതൊന്ന് കണ്ടു നോക്കാം. നീ പറഞ്ഞു സൂര്യൻ ഉദിക്കുക തന്നെ ചെയ്യുമെന്ന്. നീ സ്നേഹിക്കുന്ന ഹരിതവർണ്ണമാർന്ന മുതലയെ വിമോചിപ്പിക്കാൻ ഭൂപടങ്ങളിൽ കാണാത്ത പാതകളിലൂടെ നമുക്ക് പോവുക. ഉദയതാരകങ്ങൾ ജ്വലിച്ചു നിൽക്കുന്ന നമ്മുടെ ഇരുണ്ട ശിരസുകളാൽ അവമതികളെ തുടച്ച് തൂത്തുകളഞ്ഞ് നമുക്ക് പോവുക. ഒന്നുകിൽ നാം വിജയം നേടും, അല്ലെങ്കിൽ മരണത്തിനപ്പുറത്തേക്ക് നാം നിറയൊഴിക്കും. ആദ്യത്തെ വെടിപൊട്ടുമ്പോൾ നാട് പുതുവിസ്മയവുമായി ഞെട്ടിയുണരും, വിശുദ്ധമായ സൗഹൃദവുമായി. അപ്പോൾ ഞങ്ങൾ നിന്നോടൊപ്പുണ്ടാകും. നിന്റെ ശബ്ദം 4 കാറ്റുകളെ 4ആയി പകുക്കും. നീതി, അപ്പം, ഭൂപരിഷ്കരണം, സ്വാതന്ത്ര്യം, അതേ ശബ്ദത്തിന്റെ പ്രതിധ്വനികളുമായി അപ്പോൾ ഞങ്ങൾ നിന്നോടൊപ്പുണ്ടാകും. സ്വേച്ഛാധിപതികൾക്കെതിരെ ചിട്ടയോടെ നടത്തുന്ന ആക്രമണം പകലറുതിയിൽ അവസാനിക്കും. അന്തിമ യുദ്ധത്തിന് തയ്യാറായി അപ്പോൾ ഞങ്ങൾ നിന്നോടൊത്തുണ്ടാകും. ക്യൂബയുടെ അസ്ത്രം തറച്ചു കയറി കാട്ടുമൃഗം ഉടലിലെ മുറിവ് നക്കിക്കിടക്കും. അഭിമാന ഭരിതങ്ങളായ ഹൃദയങ്ങളുമായി അപ്പോൾ ഞങ്ങൾ നിന്നോടൊത്തുണ്ടാകും. സമാനങ്ങളുവേന്തി തുള്ളിച്ചാടി നടക്കുന്ന പുള്ളിത്തൊലിയൻ ചെള്ളകൾക്ക് ഊറ്റി കുടിക്കാനാവുന്നതല്ല ഞങ്ങളുടെ ആവേശം. സമാനങ്ങളുമായി തുള്ളിച്ചാടി നടക്കുന്ന പുള്ളിത്തൊലിയൻ ചെള്ളകൾക്ക് ഊറ്റി കുടിക്കാനാവുന്നതല്ല ഞങ്ങളുടെ ആവേശം. ഞങ്ങൾക്ക് വേണ്ടത് ഒരു പാറക്കെട്ട്, ഞങ്ങൾക്ക് വേണ്ടത് ഒരു പാറക്കെട്ട്. അവരുടെ തോക്കുകൾ വെടിയുണ്ടകൾ, അത്രമാത്രം. ഇരുമ്പ് ഞങ്ങളുടെ വഴി തടയുന്നുവെങ്കിൽ, അമേരിക്കൻ ചരിത്രത്തിലേക്കുള്ള യാത്രാമധ്യേ ഇരുമ്പ് ഞങ്ങളുടെ വഴി തടയുന്നുവെങ്കിൽ, ഞങ്ങളുടെ ഗറില്ല അസ്ഥികൾക്ക് പുതയ്ക്കാൻ ക്യൂബയുടെ കണ്ണീര് കൊണ്ട് നെയ്ത ഒരു കമ്പളം മാത്രം. പ്രിയപ്പെട്ട മുടിയൂറോ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, പ്രിയപ്പെട്ട മുടിയൂറോ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഇന്ത്യൻ ജനത നിങ്ങളോടൊപ്പം ഉണ്ടാകും. ആരും പേടിക്കണ്ട. അദ്ദേഹം അങ്ങനെ ആളുകളെ ഉപദ്രവിക്കുന്ന ടൈപ്പൊന്നുമല്ല. പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ സുനാമിയും വെള്ളപ്പൊക്കവും ഒക്കെ നമ്മൾ സഹിച്ചതല്ലേ, അതിജീവിച്ചതല്ലേ. നമ്മൾ അതിജീവിക്കും, സംശയമൊന്നും വേണ്ട. ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഒരു ചെറിയ സംഗതി കൂടിയുണ്ട്. രാഷ്ട്രത്തിലേക്ക് കടന്നു കയറുന്ന ഈ ട്രംപ് വിചാരണ ചെയ്യപ്പെടണം. അർഹമായ ശിക്ഷ ട്രംപിന് കിട്ടിയേ മതിയാകൂ എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. കേട്ടിട്ട് നമുക്ക് തന്നെ പേടിയാവുന്ന ട്രംപിൻ്റെയൊക്കെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. മധുരയും അയാളുടെ ഭാര്യയും അമേരിക്കൻ പട്ടാളക്കാർ വെനസ്വലയിൽ കയറി തട്ടിയെടുത്ത് കൊണ്ടുപോയി അമേരിക്കയിൽ ഏതോ തടവറയിൽ പാർപ്പിച്ചിരിക്കുക. കമ്മ്യൂണിസ്റ്റ് രാജ്യമാണേ. അതിനെതിരെയാണ് DYFIയുടെ ഈ തീപ്പൊരി. ഡോക്ടർ ഷിജു ഖാൻ ആദ്യം കവിത എന്തുവാണ്, ഇനി വരുന്നുണ്ട്, അടുത്ത ഐറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. തെരുവ് നാടകങ്ങൾ വരുന്നുണ്ട്, മൈം വരുന്നുണ്ട്, അങ്ങനെ പലതും വരും. പന്തം കൊളുത്തി പ്രകടനങ്ങൾ വരും, കോലം കത്തിക്കൽ വരും. അങ്ങനെ എത്രയെത്ര മനോഹരമായ കലാരൂപങ്ങളാണ് ഇനി വരാൻ കിടക്കുന്നത് എന്നറിയാമോ? ഇതൊക്കെ വളരെ മിസ്സായിരിക്കുമായിരുന്നു നമുക്ക്. ഇതൊക്കെ കുറേ കാലമായിട്ട് ഇത്തരം കലാരൂപങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇവിടെ എന്താ ഉണ്ടാകുന്നത്? വല്ലപ്പോഴും വല്ല CAA പാസ്സാക്കുമ്പോൾ ഒരു സമരം, പിന്നെ കർഷക സമരം എന്ന് പറഞ്ഞ് വേറൊന്ന്, പിന്നെ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞപ്പോൾ വേറൊന്നു, പിന്നെ പുത്തലാക്കുന്നതിന് ചോദിച്ചപ്പോൾ വേറൊന്നു, രാമക്ഷേത്രം പണി പൂർത്തിയായപ്പം വേറൊന്നു. ഇങ്ങനെ വല്ലപ്പോഴും ആണ്ടിലോ മറ്റോ ഒരെണ്ണം നമ്മൾ കണ്ടാലായി. ഇനിയിപ്പോൾ അമേരിക്കയുടെ പേരും പറഞ്ഞുകൊണ്ട് കലാരൂപങ്ങളുടെ ഒരു വരവായിരിക്കും. എന്നാലും നമ്മളാരും പേടിക്കുകയൊന്നും വേണ്ട കേട്ടോ. ഇവരാരും അങ്ങനെ ആളുകളെ ഉപദ്രവിക്കുന്ന ടൈപ്പൊന്നുമില്ല. ഇത്തരം ചില കലാപരിപാടികൾ മാത്രമേ ഉള്ളൂ. ഇതും നമ്മൾ അതിജീവിക്കും, സംശയമൊന്നും വേണ്ട.